തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ അനിയനുമായി അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലൊരു വാർത്ത അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീഴുന്നൊരു വാർത്ത അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അനിയൻ അങ്ങോട്ട് ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ ഷൂട്ടിംഗ് പാക്കപ്പ് ആയിരുന്നു. അവസാന ദിവസമായിരുന്നു ഷൂട്ടിങ്ങിന്റെ. അദ്ദേഹത്തിന്റെ സീനുകളെല്ലാം തന്നെ ഇന്ന് തീർന്നിരുന്നു. അതിനുശേഷം ഈ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടിയിരുന്നതാണ്. ഈ സമയത്ത് റൂമിൽ അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഹോട്ടൽ ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമിക മൊഴി. ഏതായാലും ഈ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിവരം പോലീസിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ്. ഏതായാലും അല്പസമയം മുൻപ് ഇത് വൈകിട്ടോടെയാണ് ഈ സംഭവം നടക്കുന്നത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യെസ്, ഈ കുടുംബവുമായിട്ട് നിതിൻ ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് നിലവിൽ ഈ നടൻ ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണു ആശുപത്രിയിലേക്ക് മാറ്റിയെന്നൊരു വിവരമായിരുന്നു അവർക്ക് അല്പസമയം മുൻപ് വരെ നൽകിയിരുന്നത്. മറ്റു വിവരങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മറ്റു വിവരങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ നടന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് കുടുംബം നമ്മളോട് പ്രതികരിക്കുന്നത്. ധന്യ.